ആമേൻ. ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ, മകളെ, ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ തലയ്ക്കുള്ളിലിട്ട് ഒന്ന് കശക്കി ചിന്തിക്കേണ്ടതാണ്. ധനസമ്പാദനം അഭികാമ്യമാണ് എങ്കിൽ ഭൂമിയിൽ ധനം സമ്പാദിക്കുന്നത് തെറ്റൊന്നുമല്ല. സമ്പത്ത് നമുക്കില്ലാതെ ജീവിക്കാൻ സാധിക്കുകയുമില്ല. ഭൂമിയിൽ ധനസമ്പാദനം, പണം ആർജിക്കുന്നത്, പൊന്നും പവിഴവും നേടുന്നത് അഭികാമ്യമാണ്, ശ്രേഷ്ഠമാണ്, മോശമൊന്നുമല്ല. അങ്ങനെയെങ്കിൽ എല്ലാം സാധ്യമാക്കുന്ന ഏറ്റവും വലിയ കനകനിധിയായ, വജ്രങ്ങളുടെ വജ്രമായ, പവിഴത്തിന്റെ പവിഴമായ സ്വർഗീയ ജ്ഞാനത്തിന്റെ മുമ്പിൽ ധനം എന്തുണ്ട്? സഹോദര, ഈ കണ്ട കാലം മുഴുവൻ കഠിനമായി വിയർത്തുരുകി എല്ല് പൊടിഞ്ഞ് സമ്പാദിച്ചു കൂട്ടിക്കെട്ടി പൂട്ടി വെച്ചിട്ട് സ്വർഗീയ ജ്ഞാനത്തിന്റെ തരി പോലും നിന്റെ ചങ്കിൽ വീശിയില്ലെങ്കിൽ, മരണത്തിനപ്പുറത്തേക്കുള്ള കണ്ണിനപ്പുറമുള്ള കാഴ്ചകൾ നിന്നെ ത്രസിപ്പിച്ചിട്ടില്ലെങ്കിൽ, പണത്തിന് നൽകാനാവാത്ത സ്വർഗീയ ആനന്ദം നീ ഒരിക്കലും ചങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ, നീ ആർജിച്ചു വെച്ച ധനം എന്തിനുണ്ട്? സഹോദര, ഈ സ്വർഗീയ ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള എളിയ തത്രപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഒരു ഐഫോണും കേവലം ഒരു സ്റ്റിൽ ക്യാമറയും വെച്ച് ലോകത്തോട് ഈ 3/4 വർഷം ആമേനിലൂടെ ഹൃദയപൂർവ്വം നാം തമ്മിൽ സംവേദിക്കുന്നത്. ഇപ്പോൾ സഭാ വാർത്തകളിലൂടെ MJ TV, മരിയൻ ജോസഫൈൻ TV, ലോകത്തിൽ അനേകം രാജ്യങ്ങളെ സഭയിൽ ആരും ചിന്തിക്കാത്ത ഒരു നൂതന ശുശ്രൂഷയുമായി വന്ന് നിങ്ങളെ തൊട്ടു മുട്ടി നിൽക്കുന്നത്. സ്വർഗീയ ജ്ഞാനത്തിന്റെ മുമ്പിൽ നമ്മുടെ ഭൂമിയിലെ ധനം എന്ത്? ഭൂമിയിലെ ധനം കൊണ്ട് സ്വർഗത്തെ വെട്ടിപ്പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഭൂമിയിലെ ധനം കൊണ്ട് സ്വർഗത്തിന് വേണ്ടി സേവ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെയും എന്റെയും ധനം എന്തിന്? ആമേൻ. ആമേൻ. ആമേൻ.